ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം 4-5 ദിവസം മുൻപ് ആ കുട്ടി ഇവിടെ ചുണ്ട് വീണ് മുറിഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആക്കിയപ്പോൾ വലിയ പെരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി ഇവിടെ വന്ന് ചികിത്സ തേടി ഇവർ 5 മണിക്കൂർ ചികിത്സ നടത്താതെ അതിന് ശേഷം ഡോക്ടർ വന്ന് അനസ്തേഷ്യ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇവിടെ അതിന് കൂടെ ഉണ്ടായ ആളൊക്കെ ഇവിടെ ഉണ്ട് എരമത്തെ. അപ്പോൾ അതിനുശേഷം ഇവിടുന്ന് അപകട നില അതിനെ തുടർന്നാണ് ഇവർ കണ്ണൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ എരമം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഒരു 6 ദിവസം മുൻപ് കൃപേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ചികിത്സ തേടി രാത്രി വന്ന് അദ്ദേഹത്തിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വെച്ചൊരു സ്ഥിതി എരമത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒലച്ചുമ്പോൾ അദ്ദേഹം കിടക്കുന്ന എഴുന്നേൽക്കുന്നില്ല. ഇപ്പം ഈ രീതിയിലാണ് ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ പ്രതീക്ഷയോടെ പയ്യന്നൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നമ്മൾ സമാധാനപരമായ സമരമാണ്. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നത് ഇവിടെ പോലീസിനെ അണിനിരത്തിക്കൊണ്ട് സമരം അകത്ത് കയറ്റാൻ വിടില്ല, സംസാരിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിന്റെ അന്വേഷണങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ നടക്കില്ല. കൃത്യമായി ഈ കുട്ടിയെ അനസ്തേഷ്യ കൊടുത്ത ഡോക്ടറെ ഡീറ്റെയിൽസ് എത്ര ശതമാനം കൊടുത്തു എന്നൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമ്മൾ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ MLA TO മോഹൻ ഇന്ന് അടിയന്തരമായി ആശുപത്രിയുമായി ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ഇടപെട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലെ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ആശുപത്രി അധികൃതമായി സംസാരിച്ച് കുഞ്ഞെ ബ്രെയിൻ ഡെത്ത് എന്നാണ് പറയുന്നത്. എത്ര നിസ്സാരാണെന്നറിയോ? 10 വർഷത്തിന് ശേഷമാണ് ആ മാതാപിതാക്കൾ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളത്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുട്ടി പറഞ്ഞ് ആ കുട്ടി ഒരു ചുണ്ടിന് പൊട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ബ്രെയിൻ ഡെത്താണ് എന്ന് പറയുമ്പോൾ എത്ര നിസ്സാരാണ്. അതുകൊണ്ട് അധികൃതര് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല സമാധാനപരമായിട്ടൊരു ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ പോലീസിനെയൊക്കെ അണിനിരത്തി അങ്ങ് മൂക്കിലേക്ക് വലിച്ചു കയറ്റാനുള്ള ധാരണയാണുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ആശുപത്രിയുടെ ഒരു പോറലും നമ്മൾ ഏൽപ്പിക്കില്ല. അതുപോലെ തന്നെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ സമരം ഉണ്ടാവില്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നാണമില്ലാണ്ട് ഓനെ കൊടുത്തു പോലാണ്ട് അനാവശ്യമായിട്ട് സംഭവങ്ങൾ പറയാൻ പറ്റും.
പറഞ്ഞു വരുന്നില്ല നമ്മൾക്ക്. പിന്നെ സമരത്തിന്റെ രൂപം മീഡിയ ഒഴിവാക്കാൻ നിങ്ങൾ പരസ്യം മീഡിയൊക്കെ കൊടുക്കുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഇതൊന്നും ഇത് നമ്മള് ഈ സ്ഥാപനത്തിന്റെ ഹെഡാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കാര്യങ്ങൾ പറയാം. ഇത് എന്റെ നാട്ടിലൊരു പുതിയ വിഷയം. ഇവിടെ ചുണ്ട് പൊട്ടി വീട്ടിൽ 1.5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി നിങ്ങൾ 6 മണിക്കൂർ ആ കുട്ടീനെ ഒബ്സർവേഷൻ വെച്ചു. ഇവിടെ ആളുടെ സജഷൻ്റെ കൂടെ വന്നേ ആൾക്കാർ. അതിനുശേഷം നിങ്ങൾ അനസ്തേഷ്യ അടക്കമുള്ള പരിപാടികൾ സർജറി ചെയ്യും. ഇപ്പം നൂതനമായ ഒരുപാട് ചികിത്സാ പരിപാടികൾ. ഈ കുട്ടിക്ക് അവരെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് കൊടുത്ത് കുട്ടി ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ കിടക്കുന്നു. ഒന്നത് ഇതേ സ്ഥലത്ത് ഒരാഴ്ച മുമ്പ് കൃപേഷ് എന്ന് പറഞ്ഞൊരു എരമത്തെ കുട്ടി ചെറുപ്പത്തിൽ 45 വയസ്സിട്ടാണ് വന്നിരുന്നത്. തലേ ദിവസത്തെ നേതൃത്വം കൊടുത്തവർക്ക് 1, 2 നാളെ ഇപ്പം കുടുംബത്തിനെ കുട്ടിയെ അമ്മാനെ കുറിച്ച് കുട്ടി കണ്ണൂരിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അവർ വരുമ്പോൾ ഉചിതമായ രീതിയിൽ അവർക്ക് സംസാരിച്ചിട്ട് എന്താണ് ആ കുടുംബത്തിൻ്റെ പ്രയാസം എന്നുള്ളത് നിങ്ങൾ തിരുത്താൻ വേണ്ടി തരും. അത് രണ്ടും നിങ്ങൾ റിക്കാർഡിക്കലായിട്ട് എഴുതി തരണം. കോൺഗ്രസ് വേറെ പറയാം. അല്ല സാർ, ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്താ? കുട്ടിക്ക് ഈ ഒരു വിഷയം അനസ്തേഷ്യ കൊടുക്കാനുണ്ടായ കാരണം എന്താ? ആ കുട്ടി നേരത്തെ പറഞ്ഞല്ലോ 1.5 വയസ്സുള്ള 1 വയസ്സ് 4 മാസമുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് കരഞ്ഞു. സ്റ്റിച്ചിൻ്റെ സമയത്ത് കുട്ടി കരഞ്ഞത് കൊണ്ടാണ് അനസ്തേഷ്യയിൽ ചെയ്യാൻ മുറിവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അനസ്തേഷ്യയിൽ ചെയ്യാൻ. അപ്പോൾ ആ കുട്ടിക്ക് കുട്ടിയുടെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ നിങ്ങൾ നോക്കിയില്ല? കുട്ടിക്ക് അസുഖം മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടായതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല? പ്രീടൈം ഡെലിവറി ആയിരുന്നു. 7 മാസത്തിൽ ജനിച്ചത് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്നെ അറിയാവുന്ന ഇനി ഇങ്ങനെ സംഭവിക്കാനെന്താ സാർ കാരണം? അനസ്തേഷ്യക്ക് പറ്റുന്ന അനസ്തേഷ്യ എടുക്കുന്ന സമയത്തുള്ള കോംപ്ലിക്കേഷൻ 5 മണിക്കൂർ ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. 5 മണിക്കൂറോളം ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് കണ്ടതാണ്. അത് എത്ര മണിക്കൂർ കഴിഞ്ഞു? അതായത് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് കുട്ടി നെല്ലോറിലായിരിക്കണം. അത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ 12 മണിക്ക് വന്ന കുട്ടീനെ ഒരു 3-4 മണി സമയത്ത് അനസ്തേഷ്യ ചെയ്യാൻ കാരണമുള്ളത്. അതാണ് ഡിലേ വരാൻ കാരണം. അതല്ലാണ്ട് നേരത്തെ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വേണം. അത് മാത്രമേ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ തപ്പിച്ചാലോ ഇതാക്കിയാലോ ഒന്നും കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര സ്റ്റിച്ച് ഉണ്ടായിരുന്നു? അത് സ്റ്റിച്ച് തുടങ്ങിയപ്പോഴേക്കും കുട്ടി കരഞ്ഞിട്ടുണ്ട്. അത് എത്ര സ്റ്റിച്ച് ഇടേണ്ടി വരും? ഡോക്ടർമാർക്ക് അറിയില്ലേ മുറിവിനനുസരിച്ച് എത്ര ചികിത്സ? അത് ഡിപ്പെൻസ് ആണ്. അതെ, എന്നാലും സ്റ്റിച്ച് എത്ര എന്തായാലും നിങ്ങളെ ഭാഗത്ത് വീഴ്ചയുണ്ട്, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതാണ് ഈ വിഷയത്തിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ആ ചോദ്യം. അതാണ് അത് നിങ്ങൾ പറയാം. വീഴ്ച എന്നല്ല, അനസ്തേഷ്യന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതെ, നീ ചെയ്യാത്ത സമയം അനസ്തേഷ്യ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തെ അനസ്തേഷ്യ കൊടുത്തിട്ട് അതിന് ഡോസ് കൂട്ടിക്കൊണ്ട് ആ കുട്ടി മരിക്കുന്നതിനിടെ സാഹചര്യം ഇപ്പോൾ ഉണ്ട് നിലവിൽ. ഡോസ് കൂടിയോണ്ടല്ലേ മരണപ്പെട്ടത്? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ എല്ലാ അനസ്തേഷ്യക്കും കോംപ്ലിക്കേഷൻ ഇത്രയും ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ട അളവ് തൂക്കിയത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ പിന്നെ എങ്ങനെ ആ കുട്ടി മരിച്ചു പോയത്? അതല്ലേ പറഞ്ഞു അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ. പിന്നെ എന്ത് നിങ്ങൾ MBBS പഠിച്ചിട്ട് നിങ്ങൾ എന്താ പഠിച്ചത്? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല, രോഗിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമുക്ക് രേഖാമൂലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം നിങ്ങൾ അത് എഴുതി രേഖാമൂലം എഴുതി തരണം, അല്ലെങ്കിൽ നമ്മളെവിടെ ആരും അതിനെ ആക്രമിക്കാനോ തമ്മിലടിക്കാനോ നിങ്ങൾ നാളെ ഇത് ഇവിടെ വന്നവരെ വലിയ പരാജയ കേസാന് കൊടുത്തിട്ടില്ല. സ്ഥാപനമാണ്, സ്ഥാപനമാണ്, എല്ലാം അറിയാം. നമ്മള് സമാധാനപരമായിട്ട് ഇവിടെ വന്ന് പോയതിന്റെ പേരിൽ ഇവിടെ ആരും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായി സംസാരിക്കുന്നു, മാന്യമായി ഇടപെടുന്നു. മാർച്ചും കാര്യങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കും ചെയ്യും. കോൺഗ്രസിന്റെ ആളുകൾക്ക് അത് കൊടുക്കാൻ രക്ഷിതാക്കൾ വേറെ ഒന്നും നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നില്ല. ഒരു ഡിമാൻഡ് നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് ചെയ്തുകൂടാം. നിങ്ങൾ ഇവിടെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നിങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വളരെ ഉചിതമായ തീരുമാനം എടുക്കുന്നത് നിയോജകമണ്ഡലം ചെയർമാൻ എഴുതി കൊടുക്കും. ബാക്കി നമ്മളൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതിപ്പോൾ തൽക്കാലം എഴുതി തരുക. നമ്മളെ സമാധാനപരമായി നീങ്ങിപ്പോ സാറൊന്ന് പറഞ്ഞു.